ആ പരിപാടിയിൽ CPM-ന്റെ മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുക്കുന്നു, BJP-യുടെ വാർഡ് മെമ്പർ പങ്കെടുക്കുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട എല്ലാ വിഭാഗത്തിലും ആളുകൾ പങ്കെടുക്കുന്നു. അതിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇദ്ദേഹം ആരാ? ഇദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത ഒരു നല്ല കോൺഗ്രസ്സുകാരൻ അല്ലെ? കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ കോൺഗ്രസ് അല്ല, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സുകാരൻ. കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസുകാർ 2014 മുതൽ കൊണ്ടുവരുന്ന സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. എന്താ നറേറ്റീവ്? ഇന്ത്യ കുഴപ്പത്തിലാണ്, ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഇന്ത്യയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ നശിപ്പിക്കുന്നു, രാജ്യം അപകടത്തിലാണ്. ഇത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലും വിദേശത്തും പോയി പറഞ്ഞു. ഇത് 14 പറഞ്ഞു, 19 പറഞ്ഞു, അതിനുശേഷം ഭാരത് ജോഡോ യാത്രയിൽ പറഞ്ഞു. ഈ തുഷാർ ഗാന്ധിയും യോഗേന്ദ്ര യാദവിനെയും പോലുള്ള ആളുകൾ നിഷ്പക്ഷരെന്ന് പുറമെ പറയുകയും ഉള്ളുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കുകയും കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുകയും ചെയ്യുന്ന ആളുകൾ ഈ ജോഡോ യാത്രയിൽ പങ്കെടുത്തു. അങ്ങനെ ഈ രാജ്യത്തൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയാൻ ഒരു കാരണം കൂടിയിട്ട്, ഇന്നലെ വോട്ടെണ്ണി ഹരിയാനയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ കോൺഗ്രസിന് പതിവ് പോലെ വട്ടപ്പൂച്ച. ഞാൻ അതിലേക്കൊക്കെ വരാം. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് BJP ജയിച്ച വാർഡായതുകൊണ്ട് അവിടെ വന്ന് RSSനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്? അല്ല, എന്തുമായിക്കോട്ടെ എന്ന് താങ്കൾക്ക് സ്വീകാര്യമായ പദമായിരിക്കും, എനിക്ക് സ്വീകാര്യമല്ല. ആത്മാഭിമാനമുള്ള ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ഉപയോഗിച്ച വാക്കുകൾ എന്താണ്? ഇന്ത്യൻ സോൾ ഈസ് ക്രിപ്പിൾഡ് ബൈ ക്യാൻസർ, സംഘപരിവാർ ഈസ് സ്പ്രെഡിങ് ഇറ്റ്. ഞാൻ അതിന്റെ മലയാളം പറയാം. ഇന്ത്യയുടെ ആത്മാവ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, ക്യാൻസർ ബാധിച്ച് അത് ക്രിപ്പിളായിരിക്കുന്നു, അത് തകർന്നിരിക്കുന്നു. സംഘപരിവാറാണ് അത് പരത്തുന്നത്. ഇത് ഞങ്ങളെ കൂടി വിളിച്ചിരുത്തിയ ഒരു സദസ്സിൽ ഞാൻ ചോദിക്കട്ടെ നിഷ, മനോരമേന്റെ ഒരു പൊതുപരിപാടിയിൽ BJP-ക്കാരെയും എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിരുത്തിയിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ക്യാൻസർ പരത്തുന്നവരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കേട്ട് പഞ്ചമുച്ചമടക്കിയിരിക്കണോ? അതുപോലെ രാഷ്ട്രീയക്കാരൻ, ഇദ്ദേഹം മഹാത്മജിയുടെ ചെറുമകനൊക്കെ ആയിരിക്കും. 1-ാം നമ്പർ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരൻ, ജോഡോ യാത്രയിൽ പങ്കെടുത്ത ആള്. ഇദ്ദേഹത്തിന്റെ ഒരു തുണയുണ്ട്, യോഗേന്ദ്ര യാദവ്. ഹരിയാന ഇലക്ഷൻ സമയത്ത് എന്താ പറഞ്ഞത്? I am 100% sure that there will be a massive mandate against BJP. എനിക്ക് 100% ഉറപ്പുണ്ട് BJP-ക്കെതിരെ വലിയ ജനവികാരം ഉണ്ടാക്കും. ഇങ്ങനെ BJP-ക്കെതിരെ ജനവികാരം ഉണ്ടാക്കാൻ യോഗേന്ദ്ര യാദവിനായാലും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഈ രാജ്യത്ത്. RSS തീരുമാനിക്കുന്നത് മാത്രമേ, RSSന് ഇഷ്ടപ്പെടുന്നത് മാത്രമേ മറ്റുള്ളവർ പറയാവൂ എന്ന് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത്? ആയിക്കോട്ടെ, ഓഹോ, ജനാധിപത്യ രാജ്യത്ത് റേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിന് താങ്കളെ പോലെ 2 വനിതാ പത്രപ്രവർത്തകരെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തല്ലോ. ജനാധിപത്യത്തിന് എന്തു സംഭവിച്ചു? തെലുങ്കാനയിൽ ഒന്നും സംഭവിച്ചില്ല. താങ്കളെ പോലെ മഹിളാ പത്രപ്രവർത്തകർ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മര്യാദ. രേവന്ത് റെഡ്ഡി ചെയ്താലും പിണറായി വിജയൻ ചെയ്താലും നരേന്ദ്രമോദി ചെയ്താലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കൈ കടത്തുന്നത് തെറ്റ് തന്നെയാണ്. അത് പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. ഞങ്ങൾ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ജനാധിപത്യപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതാ. 51 വെട്ട് വെട്ടാൻ പോയിട്ടില്ല, 51 വെട്ട് വെട്ടാൻ പോയിട്ടില്ല, കല്ലെടുത്തെറിയാൻ പോയിട്ടില്ല. പ്രതിഷേധം RSSന് പ്രതിഷേധം. എന്താ തെറ്റ്? ഞങ്ങൾ ക്യാൻസർ പരത്തുന്നവരാന്ന് ഞങ്ങളെ കൂടി ക്ഷണിച്ചിരുത്തിയ സദസ്സിൽ വെച്ച് ഞങ്ങളെ അപമാനിച്ചാൽ അതും കേട്ട് പഞ്ചമുച്ചമടക്കി വീട്ടിൽ പോണോ? അപ്പൊ ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞില്ല, വെടിയെടുത്ത് അടിച്ചില്ല, കൈകൊണ്ട് കാറിന്റെ മുകളിൽ പോലും അടിച്ചില്ല, കോളർ പിടിച്ചില്ല, ഉന്തിയില്ല, തള്ളിയില്ല. പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചു. അതും തെറ്റാ. റേവന്ത് റെഡ്ഡി ചെയ്തതിനെ പറ്റിയിട്ട് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനും വിഷമം കണ്ടില്ല. അതുകൊണ്ടാണ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. 2 മഹിളാ പത്രപ്രവർത്തകരെ 2 വീട് വളഞ്ഞ സമാധാനപരമായ പ്രതിഷേധമാണ് RSS പ്രവർത്തകർ നടത്തിയത് എന്നുള്ളതാണ് മറുപടി. അത്രേ ചെയ്തിട്ടുള്ളൂ.